നടൻ ജയൻ ചേർത്തലയ്ക്കെതിരെ മാനനഷ്ട കേസ് നൽകി നിർമ്മാതാക്കളുടെ സംഘടന. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിനെതിരെയാണ് പരാതി. ജയൻ ചേർത്തലയ്ക്ക് വക്കീൽ നോട്ടീസും അയച്ചിരിക്കുന്നു. സൈഫ്നിസ അലിയാർ വിവരങ്ങളുമായി. സൈഫ്നിസ, താരസംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ സഹായിച്ചിട്ടുണ്ട്, സാമ്പത്തികമായും സഹായിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ജയൻ ചേർത്തല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. അതാണോ ഇപ്പോൾ സംഘടന തള്ളിയിരിക്കുന്നത്? വക്കീൽ നോട്ടീസിൽ എന്താണ് പറയുന്നത്? സ്മൃതി, തീർച്ചയായും ഇത് AMMA എന്ന സംഘടനയ്ക്കെതിരായ ഒരു കേസല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ ജയൻ ചേർത്തലയ്ക്കെതിരായ കേസാണ് എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത്. അത് അസോസിയേഷന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇങ്ങനൊരു കേസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന്റെ തുടർ നടപടിയായി വക്കീൽ നോട്ടീസ് ജയൻ ചേർത്തലയ്ക്ക് അയച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമായും 3 കാര്യങ്ങളാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇതിന്റെ കാരണമായി പറയുന്നത്. അതായത്, നിലവിലെ വിവാദങ്ങൾക്ക് പിന്നാലെ ജയൻ ചേർത്തല നടത്തിയിരുന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയങ്ങൾ എടുത്തു പറയുന്നത്. ഒന്ന്, 1 കോടി രൂപ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കെട്ടിടം നിർമ്മിക്കാനായി AMMA നൽകിയിരുന്നു. അതിൽ ഇപ്പോഴും 40 ലക്ഷം തിരിച്ചു കിട്ടാനുണ്ട് എന്നുള്ളതായിരുന്നു. AMMAയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പണം AMMAയ്ക്ക് നൽകാനൊന്നുമില്ല എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത്. മുഴുവൻ തുകയും നൽകി കഴിഞ്ഞതാണ്. അങ്ങനെ ഉണ്ട് എങ്കിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ അത് AMMA കാണിക്കുകയും വേണം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ബാലൻസ് ഷീറ്റ് പ്രകാരം നിലവിൽ 1 പൈസയും AMMA എന്ന സംഘടനയ്ക്ക് നൽകാനില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, മോഹൻലാൽ അടക്കമുള്ളവർ അമേരിക്കയിൽ നിന്ന് ടിക്കറ്റ് എടുത്താണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഷോയിൽ പങ്കെടുക്കാൻ എത്തിയത് എന്നുള്ളതായിരുന്നു. അതിൽ ഇവർ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, മോഹൻലാൽ സ്വന്തം ടിക്കറ്റ് എടുത്ത് വന്നു എങ്കിൽ പോലും ഇത് ട്രാവൽ ഏജൻസിയിൽ ഈ പണം റീഫണ്ട് ചെയ്തിട്ടുണ്ട് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അതിൻ്റെ രേഖകളും ഹാജരാക്കാൻ തയ്യാറാണ് എന്നാണ് അസോസിയേഷൻ പറയുന്നത്. അങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ജയൻ ചേർത്തല ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റിന് എതിരെ അടക്കം വളരെ മോശമായ രീതിയിൽ പരാമർശങ്ങൾ നടത്തി. AMMAയിലെ തന്നെ മുതിർന്ന അംഗമാണ് വൈസ് പ്രസിഡന്റിന്റെ ഭാര്യ. അവരെ കുറിച്ച് പോലും മോശമാകുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി. അത് അനുവദിച്ചു കൊടുക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ ഒരു മാനനഷ്ട കേസ് നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ ഇനി സുരേഷ് കുമാറും വ്യക്തിപരമായി തനിക്ക് കുടുംബത്തെയും മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാനനഷ്ട കേസ് സുരേഷ് കുമാർ നൽകും എന്നുള്ളതാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത്. സൈഫ്നിസ, ഇതിൽ സംഘടനാ പ്രതിനിധികൾ അതല്ലാതെ പ്രതികരിച്ചിട്ടുണ്ടോ? ഈ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളല്ലാതെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കേസ് അതും ഒരു വ്യക്തിക്കെതിരെ നൽകുന്നു? കാരണം അത് സംഘടനയുടെ പ്രതിനിധിയായ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രതിനിധിയായിട്ടാണ് ജയൻ ചേർത്തല പ്രതികരിച്ചിരുന്നത്. അപ്പോൾ സംഘടനയുമായി ബന്ധപ്പെട്ട പരാതിയില്ല, നാഥനില്ല കളരി എന്ന് സംഘടന പറഞ്ഞ ഘട്ടത്തിലാണ് അതിനെതിരെ ഒരു പ്രതികരണം AMMAയുടെ പ്രതിനിധി നടത്തിയത്. അപ്പോൾ അതിനോട് എന്താണ് അവർ പ്രതികരിക്കുന്നത്? AMMAയ്ക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കുവാനായി ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംയുക്ത യോഗത്തിൽ പങ്കെടുക്കുവാനായി കത്തയച്ചിരുന്നു. അത് ഫിയോക്കിനും ഒപ്പം തന്നെ ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും ഫെഫ്കയ്ക്കും എല്ലാം നൽകിയപ്പോൾ AMMAയ്ക്കും കത്ത് നൽകിയിരുന്നു. പക്ഷേ AMMAയ്ക്ക് ഈ താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണമെന്ന് അടക്കമുള്ള ചൂണ്ടിക്കാട്ടിയും യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് കത്തയച്ചപ്പോൾ AMMAയുടെ ഭാഗത്തു നിന്ന് തിരിച്ച് ഒരു മറുപടി വന്നത്, ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയാണ്, അതുകൊണ്ട് കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഇക്കാര്യമാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്നുള്ളതാണ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും സുരേഷ് കുമാറിന്റെയും നിലപാട്. അതല്ലാതെ AMMA എന്ന സംഘടനയെ ഇടിച്ചു താഴ്ത്തുന്ന രീതിയിൽ ഒന്നും സംസാരിച്ചിട്ടില്ല. അവിടേക്ക് ഒരു കത്തയച്ചപ്പോൾ വ്യക്തമായ മറുപടി ലഭിച്ചില്ല. ഇപ്പോഴുള്ളത് അഡ്ഹോക് കമ്മിറ്റിയാണ് എന്നുള്ളതാണ്. അങ്ങനെ അഡ്ഹോക് കമ്മിറ്റിയാണ്, അതുകൊണ്ട് നിലപാട് പറയാനാകില്ല എന്ന് പറയുന്നിടത്ത് ജയൻ ചേർത്തല എങ്ങനെയാണ് AMMAയുടെ ആളായി നിലപാട് പറയുക എന്നുള്ളതുകൊണ്ടാണ് ജയൻ ചേർത്തലയ്ക്ക് വ്യക്തിപരമായി ഈ പരാതി അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. AMMAയുമായി നല്ല ബന്ധമാണുള്ളത്. പല ഷോകളും ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ സംഘടിപ്പിച്ച പല ഷോകളിലും മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ വന്ന് നല്ല രീതിയിൽ സഹകരിച്ചിരുന്നതാണ്. ചെറിയ പ്രതിഫലം വാങ്ങി മറ്റു താരങ്ങളെല്ലാം തന്നെ വന്ന് സഹകരിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ താരങ്ങളുമായി തങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ജയൻ ചേർത്തല പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ AMMAയുടെ നിലപാട് പറയാൻ ജയൻ ചേർത്തല ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യമടക്കം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ജയൻ ചേർത്തല അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് സംഘടനയെ മോശമാക്കുന്ന രീതിയിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിനെതിരെയാണ് ഇപ്പോൾ മാനനഷ്ട കേസ് നൽകിയിരിക്കുന്നത്.